Dear friends, thank you for watching and subscribing the YouTube channel La Mathematics. If you are not a subscriber, please touch this bell icon for up-to-date videos. Welcome you all to a new episode of second year higher secondary mathematics classes. Question number 18. By using elementary operations, find the inverse of the matrix capital A equal to matrix 1 minus 1, 2, 3. Answer. We have A equal to IA. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എ എന്നത് മെട്രിക്സ് രൂപത്തിലും റൈറ്റ് സൈഡിൽ എ എന്നത് ലെറ്റർ ആയും രേഖപ്പെടുത്തുന്നു. കൂടാതെ I is an identity matrix of order 2, that is matrix 1 0 0 1. To find A inverse, we express A equal to I into A in the form I equal to a matrix into A, that is I equal to A inverse into A. Here A is a 2 by 2 matrix, that is 2 rows and 2 columns. 1 1 position means first row, first column. 1 2 position means first row, second column. 2 1 position means second row, first column. 2 2 position means second row, second column. I equal to A inverse into A എന്ന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 1 1 പൊസിഷനിലെ 1 എന്ന എലമെന്റ് കൊണ്ടുവരണം. തുടർന്ന് അതേ കോളത്തിലുള്ള അതായത് 2 1 പൊസിഷനിൽ 0 എന്ന എലമെന്റ് എലമെന്ററി റോ ഓപ്പറേഷൻ മുഖേന മാറ്റം വരുത്തുന്നു. ശേഷം 2 2 പൊസിഷനിൽ 1 എന്ന എലമെന്റ് കൊണ്ടുവരുന്നു. അതിനുശേഷം അതേ കോളത്തിലുള്ള തൊട്ട് മുകളിലുള്ള എലമെന്റ് അതായത് 1 2 പൊസിഷനിൽ 0 എന്ന എലമെന്റ് എലമെന്ററി റോ ഓപ്പറേഷൻ മുഖേന മാറ്റം വരുത്തുന്നു. ഇവിടെ 1 1 പൊസിഷനിൽ 1 തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 2 1 പൊസിഷനിൽ 0 എന്ന എലമെന്റ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി അപ്ലൈയിങ് R2 tends to R2 minus 2 R1. Matrix 1 minus 1 0 5 equal to matrix 1 0 minus 2 1 into A. ഇവിടെ മാറ്റം വരുത്തുന്നത് സെക്കൻഡ് റോ എന്നത് സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയുടെ ഇരട്ടി കുറയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ മാത്രം കുറച്ചാൽ പോരാ, സെക്കൻഡ് റോ R2 എന്ന റോ ലെഫ്റ്റ് സൈഡിലും R2 എന്ന റോ റൈറ്റ് സൈഡിലും ഇതേ എലമെന്ററി ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. തുടർന്ന് 2 2 പൊസിഷനിൽ 5 ആണ് ഇവിടെ ഉള്ളത്. അത് 1 ആക്കി മാറ്റാൻ വേണ്ടി അപ്ലൈ R2 tends to 1 by 5 R2. R2 എന്ന റോ മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മാട്രിക്സ് 1 minus 1 0 1 equal to matrix 1 0 minus 2 by 5 1 by 5 into A. കോളത്തിലുള്ള -1 എന്ന എലമെന്റ് അതായത് 1 2 പൊസിഷനിലുള്ള -1നെ 0 ആക്കി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ചെയ്യുന്നത് അപ്ലൈ R1 tends to R1 plus R2, ഫസ്റ്റ് റോ പ്ലസ് സെക്കൻഡ് റോ. അതാണ് പുതിയ ഫസ്റ്റ് റോ R1. Matrix 1 0 0 1 equal to matrix 3 by 5 1 by 5 minus 2 by 5 1 by 5 into A. അതായത് we express A equal to IA in the form I equal to a matrix into A. I equal to A inverse into A. Thus A inverse equal to matrix 3 by 5 1 by 5 minus 2 by 5 1 by 5. Question number 19. Using elementary operation, find the inverse of the matrix capital A equal to matrix 2 5 1 3. നേരത്തെ പോലെ തന്നെ 1 1 പൊസിഷനിലുള്ള 2 എന്നതിനെ 1 ആക്കി മാറ്റണം. തുടർന്ന് 2 1 പൊസിഷനിലെ 1നെ 0 ആക്കണം. തുടർന്ന് 2 2 പൊസിഷനിൽ 1 ആക്കി മാറ്റണം. അതിനുശേഷം 1 2 പൊസിഷനിലെ എലമെന്റിനെ 0 ആക്കി മാറ്റണം.
we have A equal to IA. നേരത്തെ എഴുതിയ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള A എന്നത് given matrix ആയിട്ട് എഴുതുന്നു. I is a matrix of order 2. കൂടാതെ A എന്നത് ലെറ്റർ A ആയിട്ടും എഴുതുന്നു. 1 പൊസിഷനിൽ 2 എന്ന എലമെന്റ് ഉണ്ട്, 2 പൊസിഷനിൽ 1 ഉണ്ട്. ഇത് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ, അതായത് R1 R2 ഇന്റർചേഞ്ച് ചെയ്താൽ 1 പൊസിഷനിൽ നമുക്ക് 1 ലഭിക്കും. അതിനുവേണ്ടി അപ്ലൈയിങ് R1 interchanges with R2. Matrix 1 3 2 5 equal to 0 1 1 0 into A. ഇനി അടുത്തത് ചെയ്യാനുള്ളത് 2 1 പൊസിഷനിലെ 2 എന്നതിനെ 1 1 പൊസിഷനിലെ 1 ഉപയോഗിച്ച് 0 ആക്കണം. That is applying R2 tends to R2 minus 2 R1. Matrix 1 3 0 minus 1 equal to matrix 0 1 1 minus 2 into A. തുടർന്ന് ചെയ്യാനുള്ളത് 2 2 പൊസിഷനിലെ -1നെ 1 ആക്കി മാറ്റണം. അതിനുവേണ്ടി ചെയ്യുന്നത് ആ റോയിലുള്ള എലമെന്റുകളെ മൊത്തമായിട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് അപ്ലൈയിങ് R2 tends to minus R2. Matrix 1 3 0 1 equal to matrix 0 1 minus 1 2 into A. തുടർന്ന് 2 2 പൊസിഷനിലെ 1 ലഭിച്ചു. ഇനി 1 2 പൊസിഷനിലെ 3 എന്ന എലമെന്റിനെ 0 ആക്കി മാറ്റിയാൽ ലെഫ്റ്റ് സൈഡ് I എന്ന ഐഡന്റിറ്റി മാട്രിക്സ് ആയിട്ട് മാറുന്നു. അതിനുവേണ്ടി അപ്ലൈയിങ് R1 tends to R1 minus 3 R2. Matrix 1 0 0 1 equal to matrix 3 minus 5 minus 1 2 into A. അതായത് I എന്ന മാട്രിക്സ് equal to a matrix into A. Therefore matrix 3 minus 5 minus 1 2 എന്നത് A എന്ന മാട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ്. Thus we can write A inverse equal to 3 minus 5 minus 1 2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു റോയിലെ എലമെന്റിനെ മാറ്റുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അതേ റോയിലുള്ള എലമെന്റുകളെ അതേ ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. Question number 20. By using elementary operations, find the inverse of the matrix capital A equal to matrix 6 minus 3 minus 2 1. We have A equal to I into A. Left side A എന്നത് given question ഉം right side ഉള്ള A എന്നത് letter A ആയിട്ടും എഴുതുന്നു. നമ്മുടെ ആവശ്യം 1 1 പൊസിഷനിൽ 1 എന്ന എലമെന്റ് 2 1 പൊസിഷനിൽ തുടർന്ന് 0 ആക്കണം. 2 2 പൊസിഷനിൽ 1 കൊണ്ടുവരണം. തുടർന്ന് 1 2 പൊസിഷനിലെ എലമെന്റിനെ 0 ആക്കണം. അങ്ങനെ ലെഫ്റ്റ് സൈഡിലെ A എന്ന മാട്രിക്സിനെ ഐഡന്റിറ്റി മാട്രിക്സ്, അതായത് 1 0 0 1 എന്ന രൂപത്തിലേക്ക് മാറ്റുക എന്നതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് നാം ഈ എലമെന്ററി ഓപ്പറേഷൻ നടത്തുന്നത്. 1 1 പൊസിഷനിൽ 6ന്റെ സ്ഥാനത്ത് 1 കൊണ്ടുവരാൻ വേണ്ടി 6നെ 1 ആക്കാൻ വേണ്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്ലൈയിങ് R1 tends to 1 by 6 R1. Matrix 1 minus 3 by 6 minus 2 1 equal to 1 by 6 0 0 1 into A. ഇവിടെ ആദ്യ റോയിനെ, അതായത് R1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്നുള്ളത് 6 by 6 1 ആയിട്ട് മാറുന്നു. -3 എന്നത് -3 by 6 ആയിട്ട് മാറുന്നു. റൈറ്റ് സൈഡിലെ 1 എന്നത് 1 by 6 ആയിട്ട് മാറുന്നു. 0 0 by 6 that is 0. ഇനി നമ്മൾ ചെയ്യുന്നത് 2 1 പൊസിഷനിലുള്ള -2 എന്നതിനെ 0 ആക്കി മാറ്റണം. അതിനുവേണ്ടി R2 tends to R2 plus 2 R1 ചെയ്യുമ്പോൾ അതേ റോയിലുള്ള എല്ലാ എലമെന്റും, അതായത് -2 1 0 1, ആ R2 എന്നുള്ള ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള റോയിലുള്ള എലമെന്റുകൾ മൊത്തമായിട്ട് ഇതേ എലമെന്ററി ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. അങ്ങനെ മാറ്റുമ്പോൾ മാട്രിക്സ് 1 minus 3 by 6 0 0 equal to matrix 1 by 6 0 2 by 6 1 into A. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യന് വ്യത്യസ്തമായിട്ട് R2 എന്ന റോ മൊത്തമായിട്ട് 0 0 എന്ന എലമെന്റ് ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ R2 എന്ന റോയില് 2 2 പൊസിഷനിലെ എലമെന്റ് 0 ആണ്. അത് 1 ആക്കി മാറ്റാൻ നമുക്ക് സാധ്യമല്ല. 2 2 പൊസിഷനിൽ
നോൺ സീറോ എലമെന്റ് ആക്കി മാറ്റുമ്പോൾ 2 1 പൊസിഷനിലും ഒരു നോൺ സീറോ എലമെന്റ് ആയിട്ട് മാറും. അതായത് ഇവിടെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഒരു മൾട്ടിപ്പിൾ ആണ്, അതായത് ഒരേ ഇക്വേഷൻ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സിൻസ് all elements of R2 is 0, we cannot set a non-zero in A22 position only. A22 പൊസിഷനിൽ മാത്രമായിട്ട് ഒരു നോൺ സീറോ എലമെന്റ് സെറ്റ് ചെയ്യാനാവില്ല. 22 പൊസിഷനിൽ ഒരു നോൺ സീറോ എലമെന്റ് മാറ്റുമ്പോൾ 21 പൊസിഷനിലും ഒരു നോൺ സീറോ എലമെന്റ് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറയാം A inverse does not exist. Question number 21. By using elementary operation, find the inverse of the matrix capital A equal to matrix 2 1 1 1. As above, we have capital A equal to IA. Left side A എന്നത് given matrix ഉം right side A എന്നത് letter A ആയിട്ടും എഴുതുന്നു. കൂടാതെ I എന്നത് identity matrix of order 2. That is matrix 2 1 1 1 equal to 1 0 0 1 into A. ഇവിടെ 1 1 പൊസിഷനിലെ 2 എന്നതിനെ 1 ആക്കി മാറ്റണം. അതേപോലെ തന്നെ 2 1 പൊസിഷനിൽ ഒരു 1 ഉണ്ട്. ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താലും 1 1 പൊസിഷനിൽ 1 നമുക്ക് കിട്ടും. അതാണ് കുറച്ചും കൂടി എളുപ്പം. അതിനുവേണ്ടി നാം ചെയ്യുന്നത് ഒന്നാമത്തെ റോയും രണ്ടാമത്തെ റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നു. Applying R1 interchanges with R2, we get matrix 1 1 2 1 equal to 0 1 1 0 into A. ഇവിടെ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ റോ രണ്ടാമത്തെ റോ ആക്കി മാറ്റുന്നു, രണ്ടാമത്തെ റോ ഒന്നാമത്തെ റോ ആക്കി മാറ്റുന്നു, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ഇനി 1 1 പൊസിഷനിൽ 1 കിട്ടിക്കഴിഞ്ഞാൽ 2 1 പൊസിഷനിൽ 2 എന്നത് 0 ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് R2 tends to R2 minus 2 R1. രണ്ടാമത്തെ റോ മാറുന്നത് രണ്ടാമത്തെ റോയിൽ നിന്ന് ഒന്നാമത്തെ റോയിന്റെ ഇരട്ടി കുറച്ച് എഴുതുമ്പോൾ മാട്രിക്സ് 1 1 0 minus 1 equal to 0 1 1 minus 2 into A. അതായത് 1 1 പൊസിഷനിൽ നമുക്ക് ആവശ്യമായ 1 കിട്ടി. തുടർന്ന് 2 1 പൊസിഷനിൽ 0 ആക്കി മാറ്റി. ഇനി 2 2 പൊസിഷനിൽ 1 ആണ് കിട്ടേണ്ടത്. അതിനിവിടെ -1 ആണ് കിട്ടിയിട്ടുള്ളത്. അതിന് നാം ചെയ്യുന്നത് R2 എന്ന റോ മൊത്തമായിട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Applying R2 tends to minus R2. Matrix 1 1 0 1 equal to matrix 0 1 minus 1 2 into A. അതായത് നമുക്ക് വേണ്ട 2 2 പൊസിഷനിൽ 1 കിട്ടി. ഇനി 1 2 പൊസിഷനിൽ 1 എന്നത് 0 ആക്കി മാറ്റണം. അതിന് നാം ചെയ്യുന്നത് R1 പുതിയ R1 മാറുന്നത് R1 tends to R1 minus R2. അതായത് ഒന്നാമത്തെ റോയിൽ നിന്ന് രണ്ടാമത്തെ റോ കുറച്ച് ഒന്നാമത്തെ റോയുടെ സ്ഥാനത്ത് എഴുതുമ്പോൾ മാട്രിക്സ് 1 0 0 1 equal to മാട്രിക്സ് 1 minus 1 minus 1 2 into A. അതായത് A equal to IA എന്ന് എഴുതി തുടങ്ങിയിട്ട് നമുക്ക് കിട്ടിയത് I equal to A matrix into A. അതായത് 1 minus 1 minus 1 2 എന്നത് A എന്ന മാട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ്. Thus we can write A inverse equal to matrix 1 minus 1 minus 1 2. Question number 22. By using elementary operations, find the inverse of the matrix capital A equal to ഒരു 3 by 3 matrix ആണ്. 2 0 minus 1 5 1 0 0 1 3. As above we write, we have A equal to IA. ഇവിടെ I is a matrix of order 3. A എന്നത് നേരത്തെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള A എന്നത് given മാട്രിക്സും റൈറ്റ് സൈഡിലുള്ള A എന്നത് ലെറ്റർ A ആയിട്ടും എഴുതുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ ഈ given മാട്രിക്സ് എഴുതാത്തതിന് കാരണം അതും അതുപോലെ എഴുതുകയാണെങ്കിൽ എലമെന്ററി ഓപ്പറേഷൻ നടത്തുമ്പോൾ റൈറ്റ് സൈഡിലുള്ള എക്കും മാറ്റം വരും. അതായത് I equal to A inverse into A എന്ന രൂപത്തിലേക്ക് മാറ്റാനാവില്ല. A മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. That is matrix A equal to identity matrix I into A. ഇവിടെ 1 1 പൊസിഷനിൽ 2 ആണ്. ആ 2ന്റെ സ്ഥാനത്ത് 1 വേണം. തുടർന്ന് 2 1 പൊസിഷനിലെ 5 എന്നത് 0 ആക്കി മാറ്റണം.
3 1 പൊസിഷനിൽ 0 ആണ്. അതുകൊണ്ട് അതിൽ മാറ്റം വരുത്തേണ്ടതില്ല. നമ്മളിവിടെ ചെയ്യുന്നത് R1 tends to 1/2 R1. ആദ്യം ഫസ്റ്റ് റോയിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ മാട്രിക്സ് 1 0 minus 1/2 5 1 0 0 1 3 equal to matrix 1/2 0 0 0 1 0 0 0 1 A. അതായത് 1 1 പൊസിഷനിൽ 1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 2 1 പൊസിഷനിൽ 5 എന്നത് 0 ആക്കി മാറ്റണം. 3 1 പൊസിഷനിൽ 0 വേണം. അതിപ്പോ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് R2 tends to R2 minus 5 R1. രണ്ടാമത്തെ റോ മാറുന്നത് രണ്ടാമത്തെ റോയിൽ നിന്ന് ഫസ്റ്റ് റോന്റെ 5th മൾട്ടിപ്പിൾ കുറച്ച് എഴുതുമ്പോൾ മാട്രിക്സ് 1 0 minus 1/2 0 1 5/2 0 1 3 equal to matrix 1/2 0 0 minus 5/2 1 0 0 0 1 into A. ഇനി ചെയ്യേണ്ടത് 2 2 പൊസിഷനിൽ 1 കിട്ടണം. പിന്നെ 1 2 പൊസിഷനിൽ 0 വേണം. 3 2 പൊസിഷനിൽ 0 വേണം. അതിന് നമുക്ക് ഇവിടെ 1 2 പൊസിഷനിൽ ഇപ്പൊ തന്നെ 0 ആണ്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 3 2 പൊസിഷനിൽ 1 ആണ്. ആ 1 0 ആക്കണം. അതിന് ചെയ്യുന്നത് രണ്ടാമത്തെ റോ മൂന്നാമത്തെ റോയിൽ നിന്ന് കുറച്ച് മൂന്നാമത്തെ റോയുടെ സ്ഥാനത്ത് എഴുതുന്നു. അപ്ലൈങ് R3 tends to R3 minus R2. Matrix 1 0 minus 1/2 0 1 5/2 0 0 1/2 equal to matrix 1/2 0 0 minus 5/2 1 0 5/2 minus 1 1 into A. അതായത് 1 1 പൊസിഷനിൽ 1 കിട്ടി, 2 1 പൊസിഷനിൽ 0 കിട്ടി, 3 1 പൊസിഷനിൽ 0 കിട്ടി. തുടർന്ന് 1 2 പൊസിഷനിൽ 0 കിട്ടി, 2 2 പൊസിഷനിൽ 1 കിട്ടി, 3 2 പൊസിഷനിൽ 0 കിട്ടി. അടുത്തത് നമുക്ക് ആവശ്യം 3 3 പൊസിഷനിലുള്ള 1/2 എന്നതിനെ 1 ആക്കി മാറ്റണം. അതുകൊണ്ട് R3 എന്ന റോ മൂന്നാമത്തെ റോയിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 എന്ന എലമെന്റ് 1 ആയിട്ട് മാറും. അതായത് 3 3 പൊസിഷനിൽ 1 ആയിട്ട് കിട്ടും. തുടർന്ന് 1 3 പൊസിഷനിലും 0 ആക്കണം, 2 3 പൊസിഷനിലും 0 ആക്കണം. ആദ്യം 3 3 പൊസിഷനിൽ 1 ആക്കി മാറ്റാൻ വേണ്ടി R3 tends to 2 R3. മാട്രിക്സ് 1 0 minus 1/2 0 1 5/2 0 0 1 equal to matrix 1/2 0 0 minus 5/2 1 0 5 minus 2 2 into A. ഇപ്പൊ 3 3 പൊസിഷനിൽ 1 കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് 1 3 പൊസിഷനിലെ -1/2 അതുപോലെ തന്നെ 2 3 പൊസിഷനിലുള്ള 5/2 0 ആക്കി മാറ്റണം. അതിനുവേണ്ടി അപ്ലൈ R1 tends to R1 plus 1/2 R3. അതുപോലെ R2 tends to R2 minus 5/2 R3 എന്ന എലമെന്ററി ഓപ്പറേഷൻ നടത്തുമ്പോൾ we get matrix 1 0 0 0 1 0 0 0 1 equal to matrix 3 minus 1 1 minus 15 6 minus 5 5 minus 2 2 into A. അതായത് ലെഫ്റ്റ് സൈഡിൽ ഐഡന്റിറ്റി മാട്രിക്സ് ആണ് കിട്ടിയത്. റൈറ്റ് സൈഡിൽ എ മാട്രിക്സ് ഇൻറ്റു എ. അതായത് റൈറ്റ് സൈഡിൽ മാട്രിക്സ് 3 minus 1 1 minus 15 6 minus 5 5 minus 2 2 into A. That is, we can write A inverse equal to matrix 3 minus 1 1 minus 15 6 minus 5 5 minus 2 2. A equal to IA എന്ന രൂപത്തിൽ എഴുതി എലമെന്ററി റോ ഓപ്പറേഷൻ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് I equal to A matrix into A. അതുകൊണ്ട് നമുക്ക് പറയാം A inverse equal to matrix 3 minus 1 1 minus 15 6 minus 5 5 minus 2 2.